ഈ വെള്ളക്കെട്ടിക്കൂടെ വാഹനങ്ങൾ ഇറക്കിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ വാഹനം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ എൻജിൻ സ്റ്റോപ്പായി പോകും, പണി കിട്ടും. ഇവിടെ നിങ്ങൾക്ക് പിന്നെയും സംശയം വരാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന് 15 വർഷം വാറണ്ടി ഉണ്ടോ? ഇല്ല. ഇതിനകത്തൊരു ഹിഡൻ കാര്യം കൂടെ ഉണ്ട്. അതായത് നിങ്ങൾ ഈ ടാറ്റ ടിയാഗോ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഹിഡൻ കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബഡ്ജറ്റ് ഫാമിലി ഇലക്ട്രിക് വെഹിക്കിളാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്. ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്ന 7,50,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസിൽ കിട്ടുന്നതാണ്. അപ്പം കറക്റ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറയിലത്തെ ജനറേഷൻ്റെ വ്യത്യാസം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,28,000 രൂപയുടെ പ്രൈസ് ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം പഴയ വേരിയന്റിനെ കഴിഞ്ഞ് ഒത്തിരി കുറവും വന്നിട്ടുണ്ട് എന്ന ഫീച്ചേഴ്സും കൂടുതൽ കിട്ടുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നമ്മുടെ ഏറ്റവും പുതിയ 2026 ടാറ്റ ടിയാഗോ ആണ് ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ തന്നെ ഐസ് ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർണൽ കമ്പസ്റ്റൻ എഞ്ചിനകത്ത് നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇനി ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ മേളിൽ ഞാനൊന്ന് ടാഗ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ കുറച്ചൊന്ന് ഓടിച്ചാണ് പോകുന്നത്. മെയിനായിട്ടുള്ള ഫസ്റ്റ് കാര്യം ഇതിനകത്ത് വന്നിരിക്കുന്ന ലക്സ് ബീം LED ഹെഡ് ലാമ്പുകളാണ്. LED ഹെഡ് ലാമ്പും ഇതിൻ്റെ DRLസും കാണാൻ നല്ല കിടുവാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിനകത്ത് ചെറിയ ലൈൻസും കൊടുത്തിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ MFR അല്ലെങ്കിൽ റിഫ്ലക്ടർ വരുന്ന ടൈപ്പ് LEDs ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗം ഫുള്ള് ക്ലോസ്ഡ് ആണ്. കാരണം ഈ ഭാഗങ്ങളൊക്കെ ഫുൾ ക്ലോസ്ഡ് ആണ്. ഇവിടെ നമുക്ക് ടാറ്റയുടെ ലോഗോ കാണാൻ സാധിക്കും. ലോഗോ വൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ വൈറ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വാഹനമാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു വൈറ്റ് കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം. ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫുൾ ക്ലോസ്ഡ് ആണ്. ഇത്രയും ഭാഗം മാത്രം ഒരു എയർ ഇൻടേക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 360 ക്യാമറ കാണാൻ സാധിക്കും. ഈ ഒരു ഡിസൈൻസ് ഒക്കെ ഒരു ഓക്കെയാണ്. ഈ വൈറ്റിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്രില്ലില്ലാത്ത പോലെ ഒരു തോന്നൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം അങ്ങോട്ട് സ്റ്റിക്കർ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല കിടുവായിരിക്കും കാണാൻ വേണ്ടി. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതായാലും താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഹുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ഫോഗ് ലാമ്പ് ഒന്നും കൊടുത്തിട്ടില്ല. ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫോഗ് ലാമ്പ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വൈഡ് ഹുഡ് നമുക്ക് കാണാൻ സാധിക്കും. വലിയ ലൈൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തില്ല. ഒരു ചെറിയൊരു ലൈൻ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കത്തില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഏതായാലും ഇനി സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇത് പക്ക നമ്മുടെ ഒരു ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ പോലെ തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നും ഇതിൻ്റെ ബോഡിയിൽ വരുന്നില്ല. വർക്ക് ഫുൾ വരുന്ന അകത്താണ്. ഈ വീലാർച്ചും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഏതായാലും ഇത്രയും പോർഷൻ മാത്രം നമുക്ക് വീലാർച്ച് കൊടുത്തിട്ടുള്ളൂ. ഇത് കോസ്മോ ഗ്രെയിൻ ടെക്സ്ചർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഇരിക്കുന്നത്. അതായത് അടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓരോ ഡോട്ട് പോലെ വൈറ്റ് എലമെന്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. 360 ക്യാമറ കാണാൻ സാധിക്കും. ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോൾ ഇതൊരു ചേഞ്ച് തന്നെയാണ്. അതായത് ടാറ്റ.EV എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇലക്ട്രിക് വെഹിക്കിളാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തകിട് തന്നെയാണ് വരുന്നത് ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ റണ്ണിംഗ് ബോഡി ഈ പോർഷനിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഡോർ ഹാൻഡിൽസ് കാണാൻ സാധിക്കും. റിക്വസ്റ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ക്രോം ഫിനിഷ്ഡ് എലമെൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഗുമ്മ തോന്നും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചസിൽ ഒന്നാണ് അത് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം സ്റ്റിക്കേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് സ്റ്റിക്കേഴ്സാണ് ഫുള്ള് വരെ ഇവിടെ നിന്ന് ഇങ്ങ് വരെ കവർ ചെയ്യുന്നുണ്ട്. ഇത്രയും പോർഷനും കൂടെ അഡീഷണൽ ആയിട്ടുള്ള സ്റ്റിക്കർ വർക്കാണ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്രോം ഹാൻഡിൽസ് കാണാൻ സാധിക്കും. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീൽ ആർച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 175, 65, 14 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഒരു അലോയ് വീൽ നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സ്റ്റീൽ വീലാണ്. പക്ഷേ ഒരു ഡിസൈൻഡ് എലമെൻറ്റിലാണ് ഈ ഒരു സ്റ്റീൽ വീൽ വരുന്നത്. അലോയ് കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു പേഴ്സണൽ സജഷൻ. പിന്നെ പ്രൈസ് റേഞ്ചിങ് ഈ ഒരു പ്രൈസിൽ പിടിച്ച് നിർത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ നമുക്കിനി ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ഈ ഒരു ടെയിൽ ലാമ്പാണ് നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്വാർട്ടർ പാനലിൽ നിന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ഡിസൈനും കട്ട്സും എല്ലാം കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും ഈ ഒരു ലൈറ്റ് ഇവിടെ നിന്നാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് വന്ന് ബാക്കിലത്തെ പോർഷനോട്ട് ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നി, ഇത്രയും പോർഷനിലെ ലൈറ്റ് ഒന്നും ഇല്ലേ എന്ന്. ലൈറ്റ് ഇല്ല. ടാറ്റ ടിയാഗോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു ഡെമി എലമെൻ്റ് ആയിട്ട് മാത്രമാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ചിലപ്പം ഭാവിയിൽ ഒരു ലൈറ്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കണക്റ്റഡ് ലൈറ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ EV ആയതുകൊണ്ട് തന്നെയാണ് ടാറ്റയ്ക്ക് ഒരു വൈറ്റ് കളർ തീം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവരുടെ ലോഗോയിൽ ടിയാഗോ.EV എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാഡ്ജിങ്ങിലും ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്ററും റിവേഴ്സും വരുന്നത് ഹാലജൻ ബൾബാണ്. തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ഒരു റിവേഴ്സ് ക്യാമറ കാണാൻ സാധിക്കും. 360 ബാക്ക് ക്യാമറയാണ്. അതുപോലെ തന്നെ 2 പാർക്കിംഗ് സെൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൂട്ടൊന്ന് തുറന്ന് കാണാം. യെസ്, നമുക്കിവിടെ കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ 240 ലിറ്ററാണ്. അതായത് നമ്മുടെ നോർമൽ വാഹനത്തിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 2 ലിറ്ററോളം കുറവ് വരുന്നുണ്ട്. 2 ലിറ്ററിൽ ഇത്രയും വലിയ കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തിനാണോ എന്തോ. ഏതായാലും ഇതിനകത്ത് നമുക്ക് സ്പെയർ വീല് കിട്ടുന്നില്ല.
അതൊരു നെഗറ്റീവ് സൈഡായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പാർസൽ ട്രേ കൊള്ളാം, കിടുവാണ്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളിലൊന്ന് ഈ ഒരു വൈപ്പർ മോട്ടർ ഇതിനകത്തോട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേ കണ്ടോണം, ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗം കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ വാഷർ സ്പ്രേ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ഇവിടുന്ന് അങ്ങോട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. അത് കൊള്ളാം, ഞാൻ ഏതായാലും ഒന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം, ഷാർക്ക് ഫിൻ ആൻറ്റിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡീഫോഗേഴ്സും വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വോക്കൽ ലോക്കൽ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്നുള്ളതും കൂടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇൻറ്റഗ്രേറ്റ് ചെയ്ത പോലത്തെ ഒരു സ്പോയിലർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബ്ലാക്ക് ഔട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലുക്ക് കാണാൻ കുറച്ചൊരു അടിപൊളി ഫീലായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇനി വാഹനത്തിന് അകത്തോട്ടൊന്ന് കയറി നോക്കാം. അകത്തെ വിശേഷം കൂടെ പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ഏതായാലും ഞാനിത് ഓപ്പൺ ചെയ്തു. വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ടെക്സ്ചറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമുക്ക് ആദ്യം തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം മെക്കാനിക്കലാണ്. റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം എൻ്റെ ഒരു പൊസിഷനിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. ആക്സിലറേറ്റർ, ബ്രേക്ക് ഇവിടെ നമുക്ക് ഡെഡ് പെഡൽ കാണാൻ സാധിക്കുന്നുണ്ട്. EV ആയതുകൊണ്ട് തന്നെ ഇതൊരു ഓട്ടോമാറ്റിക് തന്നെയാണ് എപ്പോഴും വരുന്നത് ആസ് യൂഷ്വൽ. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ കീ ഫോബ് വരുന്നത്, കാണാൻ നല്ല രസമുണ്ട്. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമ്മൾ വാഹനത്തിൻ്റെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനം എവിടെ ഇരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ആ ഭാഗത്തോട്ട് വെട്ടം ഒട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ്, ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ആവുന്ന കാണാൻ സാധിക്കുന്നതാണ്. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആകുന്നതായിരിക്കും. ഈ ഒരു കളർ തീം അതൊരു വെറൈറ്റി തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ EV വാഹനമായതുകൊണ്ടായിരിക്കും ഒരു ചെറിയ ഗ്രീനിഷും ഒരു ഗ്രേ കളറും. അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് ഗ്രീൻ സ്റ്റിച്ചിങ് ത്രെഡാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നല്ല തൈ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഇത്രയും ഭാഗം ഒന്ന് ഉയർത്തി വെച്ചിട്ടുണ്ട്. അതും നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്രൈവർ സൈഡ് മാത്രമല്ല, കോ ഡ്രൈവർ സൈഡിൽ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഡോർ പാഡുകൾ കാണുമ്പോഴത്തേക്കും നമുക്ക് നല്ല രസമായിട്ട് ഈ കാണുന്ന ഹാൻഡിൽസ് ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ലോക്ക് സ്വിച്ച് കാണാൻ സാധിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് പോലെ തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഈ ഒരു ഡോർ ഹാൻഡിലും കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ആംറസ്റ്റും, അതുപോലെ തന്നെ ഇത്രയും ഭാഗം ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിച്ചസ് ആണ്, അതായത് ടോഗിൾ സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അലൈൻമെൻ്റ് ആണ്. ഇതിപ്പോൾ താഴോട്ടാക്കി കഴിഞ്ഞാൽ ക്ലോസും, ഫ്രണ്ടിലോട്ടാക്കി കഴിഞ്ഞാൽ ഓപ്പണുമാണ് വരുന്നത്. സംഗതി കൊള്ളാം. അതുപോലെ തന്നെ വിൻഡോസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. താഴെ ഇവിടെ എന്തെങ്കിലും ഒരു മൊബൈലൊക്കെ ഇട്ട് വെക്കാനൊക്കെ ഉള്ളൊരു പോർഷനേ ഉള്ളൂ. വലിയൊരു സ്റ്റോറേജ് ഏരിയ പറയാനില്ല. ഒരു ബോട്ടിലും വെക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് നേരത്തെ കണ്ടൊരു അണ്ണാൻ കുഞ്ഞും കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഒരു സ്പീക്കറുണ്ട്. 6 സ്പീക്കേഴ്സാണ് നമുക്കിവിടെ ടോട്ടൽ കിട്ടുന്നത്. അതുപോലെ തന്നെ AC വെൻറ്റിൻ്റെ കാര്യം നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞാണ്, ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുന്നുള്ളൂ. കുറച്ച് പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഈ മിറർ അഡ്ജസ്റ്റിംഗ് ആണ്. ഏതായാലും ഇലക്ട്രിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് നേരെ താഴോട്ടാക്കിയാൽ മതി. മിറേഴ്സ് ഫോൾഡ് ആവാൻ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നുകൂടെ താഴോട്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. തൊട്ട് താഴെയാണ് നമുക്ക് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാണാൻ സാധിക്കുന്നത്. ഈ മേലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇത്രയും ഭാഗം ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് കാണാൻ സാധിക്കുന്നത്. അത് കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സംഗതി കൊള്ളാം, ഓൾ ഓവർ അടിപൊളിയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇത്രയും പോർഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് പിടിച്ച് ക്ലോസ് ചെയ്യാനും എളുപ്പമുണ്ട്. ഇനി അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡീഫോഗറിൻ്റെ വെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഐലൻഡ് പോലെ തന്നെയാണ് ഇവിടുത്തെ ക്ലസ്റ്റർ മീറ്റർ കാണാൻ സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. റീജൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ പവർ ഇവിടെ കാണിക്കുന്നുണ്ട്. ടൈം കൊടുത്തിട്ടുണ്ട്, റേഞ്ച് കൊടുത്തിട്ടുണ്ട്. 148 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ഇനി ഈ ഒരു വാഹനത്തിനുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജ് 86% ആണ്. 2 പേര് ഫ്രണ്ടിൽ ഇപ്പോൾ ഇരിപ്പുണ്ടെന്നുള്ളതാണ് കൃത്യമായിട്ട് ലോഡ് വെച്ചിട്ടാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇപ്പം ചാർജ് എത്രത്തോളം ഉണ്ടെന്നുള്ളതും റീജൻ്റെ ലെവൽ, എത്ര റീജൻ കൊടുക്കണം എന്നുള്ളതിൻ്റെ ലെവൽ, ഇപ്പം ഞാൻ 1 ആണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. സ്പീഡ് ഇവിടെ അറിയാൻ സാധിക്കും. സിറ്റി മോഡിലാണ് ഞാനിപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഡ്രൈവ് ചെയ്യാൻ റെഡിയാണ്. ന്യൂട്രൽ പൊസിഷനിലാണ് ഈ വാഹനമുള്ളത്. 714 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് വീൽ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. താഴെ ഒരു ഫ്ലാറ്റ് ബോട്ടമാണ് വരുന്നത്. ഇവിടെ ഒരു സാറ്റൻ ഗ്രേയുടെ ഒരു ചെറിയൊരു കളർ തീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. Tata.EV എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ക്രൂയിസ് കൺട്രോൾ കാണാം, അത് സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലസ്റ്റർ മീറ്ററിൻ്റെ സെറ്റിംഗ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയും ബ്ലൂടൂത്തിൻ്റെയും വോയിസ് കമാൻഡിൻ്റെയും കോൾ കട്ട് ചെയ്യാനും കോൾ എടുക്കാനും ഉള്ളൊരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി റൈറ്റ് സൈഡിലെ ഈ ഒരു
നോബ് കാണാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഓട്ടോ ഫീച്ചർ ഇവിടെ ഓൺ ആണ്, ഹെഡ്ലൈറ്റ് ഓഫ് ആണ്, പാർക്ക് ലൈറ്റ്, ഹെഡ്ലൈറ്റ് ഹൈ ലോ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്വിച്ചും കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ തന്നെയാണ് വരുന്നത്. ഈ ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വൈപ്പേഴ്സിൻ്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓട്ടോ വൈപ്പർ ഉണ്ട്, ഫസ്റ്റ് സ്പീഡ് സെക്കൻഡ് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ഇനി നമുക്ക് ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എത്രത്തോളം ഓട്ടോ വൈപ്പറിൻ്റെ എത്രത്തോളം സ്പീഡ് വേണം എന്നുള്ളത് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ റിയർ വൈപ്പറിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 10.23 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും കാണാൻ നല്ല അടിപൊളി ലുക്കാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ കാര്യം അല്ലെന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഒരുപാട് ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നത്. മെനു എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി ക്ലൈമറ്റ് കൺട്രോൾ, എ സിയുടെ കൺട്രോൾസ് എല്ലാം ഇതിനകത്ത് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. മീഡിയ ഉണ്ട്, ഫോണുണ്ട്, റേഡിയോ, പിന്നെ സറൗണ്ട് വ്യൂ, അതായത് 360 ഡിഗ്രി ക്യാമറ. ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓരോ വ്യൂസും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിരിക്കുന്ന ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് അത് മാറും. അപ്പോൾ സ്റ്റിയറിംഗ് വീൽ ഇപ്പം നിൽക്കുന്നത് സ്ട്രെയിറ്റ് ആണോ അല്ലയോ എന്ന് പോലും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഞാനിപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് ആ ലൈൻ നമ്മൾ എങ്ങനെ തിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ഇപ്പോൾ നമുക്കിത് മാത്രമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതെല്ലാം നല്ല ക്ലാരിറ്റി ഉള്ളൊരു HD ക്ലാരിറ്റി തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ 2 AC വെൻ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 2 സ്വിച്ചസ് ആണ് റീജനിൻ്റെ സ്വിച്ച് വരുന്നത്. അതായത് റീജന് ഓൺ ചെയ്യാനും റീജൻ ഓഫ് ചെയ്യാനും അല്ലെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും ആയിട്ട് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ സ്വിച്ച് തന്നെയാണ്, ഒന്നിനും പ്രസ് ചെയ്താൽ ഓഫ് ആവുന്നതാണ്. ഇനി 360 ഡിഗ്രി ക്യാമറ നമുക്ക് ഇവിടുന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫ്രണ്ടൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് AC-യുടെ സ്വിച്ചസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. മേളിലെ മാറ്റും താഴെ ഗ്ലോസിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ AC-യുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും AC-യുടെ സ്വിച്ചും എക്കണോമി മോഡ് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. എക്കണോമി മോഡ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമി മോഡ് ഓഫ്, എക്കണോമി മോഡ്. അപ്പം നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി ഇവിടെ ശരിക്കും പറഞ്ഞാൽ റേഞ്ച് കുറച്ചുകൂടെ കൂടുതൽ കിട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഡീഫോക്കസ് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റേർണൽ സർക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഏത് പൊസിഷനിൽ എയർ ഫ്ലോ നടക്കണമെന്നുള്ളത് നമുക്ക് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ അറിയാം ഏതിലെയാണ് എയർ പോകുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് വരുമ്പോൾ ഓട്ടോ AC ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓട്ടോ വേണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യാം, AC ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ എല്ലാം ഡിസ്പ്ലേ വരുന്ന ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെയാണ്. ഞാനിപ്പോൾ AC ഫുള്ളൊന്ന് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. തൊട്ട് താഴോട്ട് വരുമ്പോൾ 2 മൊബൈൽ ഫോണിൻ്റെ പാഡുകൾ കാണാൻ സാധിക്കും. അതായത് വെക്കാനുള്ള പാഡുകൾ കാണാൻ സാധിക്കും. പക്ഷേ ഇതൊരു ചാർജിങ് ഓപ്ഷനോ വയർലെസ് ചാർജിങ്ങോ ഇവിടെ അവൈലബിൾ അല്ല. ജസ്റ്റ് ഫോൺ ഇങ്ങനെ വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ 2 പോർട്ടുകൾ കാണാൻ സാധിക്കും. ഒരു C ടൈപ്പ് 65 വാട്ട്സും ഒരു നോർമൽ C ടൈപ്പ് പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. തന്നെ നമുക്കൊരു റോട്ടറി നോബ് കാണാം. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട് മോഡ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളൊരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിത് ശ്രദ്ധിച്ച് വേണം തിരിക്കാൻ. അല്ലാതെ ചുമ്മാ തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചിങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് മാത്രം ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഇവിടെ നോക്കി സെറ്റ് ചെയ്യേണ്ടി വരും. എന്നാലേ അത് കൃത്യമായിട്ട് ഏതാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അറിയാൻ സാധിക്കത്തുള്ളൂ. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. അവിടെ നേരത്തെ കണ്ട പോലെ ഒരു അണ്ണാൻകുഞ്ഞിനെ കാണാൻ സാധിക്കും. അവൻ്റെ ഇരിക്കുന്ന ഒരു വാട്ടർ ബോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബോട്ടിൽ ഹോൾഡർ എന്നുള്ള രീതിയിൽ ഇവിടെ പിന്നെ നമുക്ക് കീയുടെ സെൻസറും കൂടെ കാണാൻ സാധിക്കും. അതായത് ഏതെങ്കിലും രീതിക്ക് നമ്മുടെ വാഹനം കീ കംപ്ലൈൻറ്റ് വന്നിട്ട് സ്റ്റാർട്ട് അത് വന്നു കഴിഞ്ഞാൽ കീ ഒരു പോർഷനിൽ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആം റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ആം റെസ്റ്റ് പക്ഷേ അഡ്ജസ്റ്റബിൾ അല്ല വരുന്നത്, മാഗ്നറ്റിക് ടൈപ്പാണ്. നമുക്ക് ഇതിനകത്തൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്, അതായത് ഒരു 12 വോൾട്ട് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓട്ടോ ഡിമ്മിങ് ഫീച്ചേഴ്സ് ഒന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. മാനുവലി നമുക്ക് ഡിം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു കാര്യമാണ്. ഇത് രണ്ടും ഒരു ഡെമ്മി സ്വിച്ച് പോലെ കൊടുത്തിരിക്കുന്ന ഒരു പോർഷൻസ് ആണ്. ഇവിടെ നമുക്ക് എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. എന്നാൽ ഇത്തരം പോർഷൻ അതിൻ്റെ സെയിം തന്നെ ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ടിക്കറ്റ് ഹോൾഡർ മാത്രം കാണാൻ സാധിക്കുള്ളൂ. വേറെ ഒന്നും തന്നെ ഡ്രൈവർ സൈഡിൽ വരുന്നില്ല. അപ്പോൾ ഈ ഒരു പോർഷൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് കോ ഡ്രൈവർ സൈഡിലോട്ടൊന്ന് ഇരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരിക്കുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഇത് ഇരുന്നപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ നമ്മൾ ഒത്തിരി സ്പേഷ്യസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ബാക്കിലോട്ട് ഇരിക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഞാൻ ഏതായാലും ഗ്ലോ ബോക്സും തുറക്കുകയാണ്. നമുക്കിവിടെ കൂൾഡ് ഗ്ലോ ബോക്സ് തന്നെയാണ് കിട്ടുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു ലോക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും.
ഒരു അത്യാവശ്യം ഡീസൻറ്റ് സൈസ് ഗ്ലോ ബോക്സ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ ഒരു അണ്ണാൻകുഞ്ഞിന് നമുക്ക് കാണാൻ സാധിക്കും. കുറേ എന്തൊക്കെയോ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവന് കഴിക്കാനുള്ള എന്തൊക്കെയോ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ AC വെൻറ്റ്, അതായത് കോ ഡ്രൈവർ സൈഡിലെ AC വെൻറ്റും നമ്മുടെ ഭാഗത്തോട്ട്, അതായത് കൃത്യം നമ്മുടെ ഭാഗത്തോട്ടാണ് ഫേസ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ബാക്ക് സൈഡിലോട്ടാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കട്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. ഇതൊരു ടെക്സ്റ്റേർഡ് മെറ്റീരിയലാണ്. ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഓക്കെ ആയിരിക്കും. അത്യാവശ്യം നന്നായിട്ട് കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ ഓക്കെ. കാരണം ക്ലോത്ത് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് എടുത്ത് പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാം ഓക്കെയാണ്. 6 എയർ ബാഗ് നമുക്കിവിടെ വരുന്നുണ്ട്. പില്ലർ എയർ ബാഗ്സും 20% റീസൈക്കിൾഡ് മെറ്റീരിയൽ വെച്ചാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നതാണ് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലും നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ക്ലസ്റ്ററോമീറ്ററും ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ കാണാനുള്ളൊരു ഗുമ്മ് നിങ്ങൾക്ക് ഇവിടെ വളരെ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ഈ സീറ്റ് ഒരു അല്പം കൂടെ ഫ്രണ്ടിലോട്ട് കയറ്റിയിടാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന രീതി ഒന്ന് സെറ്റ് ചെയ്ത് ഇനി ബാക്കിലോട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. വാ, ഏതായാലും ഡോർ ഇത്രയും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. കയറാനാണെങ്കിലും ഓക്കെ, വലിയ കുഴപ്പമില്ല. ഇപ്പം ഈ ഒരു സീറ്റ് എത്രത്തോളമാണ് ഞാൻ ഇട്ടിരുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. പക്ഷേ അത്രയും സീറ്റ് ഇട്ട സമയത്ത് എനിക്കിവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അതായത് കാലൊക്കെ വെച്ച് ഇത്രയും ഭാഗം ഈ ഒരു സീറ്റിലോട്ട് മുട്ടത്തില്ല. ഇവിടെ സ്കൂപ്ഡ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തൈ സപ്പോർട്ട് എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രയും ഭാഗം പൊക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ മാനുഫാക്ചേഴ്സിനും ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ഈ ഒരു സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത്രയും ഭാഗം കുറച്ചൊന്ന് പൊങ്ങിയാണ് നിൽക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഓവറോൾ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു AC വെൻറ്റ് കാണാൻ സാധിക്കും. ഇവിടെ താഴെ ചാർജറോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. അതും കൂടെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഈ ഒരു പ്രൈസിനകത്ത് ഇതെല്ലാം കൂടെ ഒതുക്കണമല്ലോ. അതുപോലെ തന്നെ പവർ വിൻഡോയുടെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എയർ ബാഗിൻ്റെ ഇതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ആണ് വരുന്നത്. ഒരു ഓക്കെ ഫീൽ, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അതിൽ കൂടുതലൊന്നുമില്ല. ഇതുപോലെ മാഗസിൻ ഹോൾഡേഴ്സും ഇവിടെ താഴെ ഫോണൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ്, അത് രണ്ട് സൈഡിലും വളരെ കൃത്യമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് ഫ്രണ്ടിൽ മാത്രം കൊടുത്തിട്ടുള്ളൂ. ബാക്ക് സൈഡിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഡോർ പാഡിൻ്റെ സൈഡ് നോക്കാനാണെങ്കിൽ നമുക്ക് ഒരു ബോട്ടിലൊക്കെ ഇങ്ങനെ കഷ്ടിച്ച് ഇങ്ങനെ അങ്ങ് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെയാണ്. ഇനി ഞാൻ ഏതായാലും സെൻട്രൽ സീറ്റിലോട്ടൊന്ന് ഇരിക്കാം. സെൻട്രൽ സീറ്റ് കംഫർട്ട് ഓക്കെയാണ്. നമുക്കിവിടെ ആംറസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ 3 പേർക്ക് കുറച്ചൊരു കൺജസ്റ്റഡ് ആയിരിക്കും. 2 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും. ഈ ഒരു സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഡ്രൈവർ സൈഡ് എൻ്റെ പൊസിഷനിലായിരുന്നു ഇട്ടിരുന്നത്. ഏതായാലും എനിക്കിവിടെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ. പക്ഷേ ഈ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓക്കെയാണ്. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് ഇവിടെ തല ഇങ്ങനെ മുട്ടുന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ പോകാൻ സാധിക്കും എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി ഏതായാലും ഈ വാഹനത്തിൻ്റെ എഞ്ചിനും കൂടെ ഒന്ന് കാണാം. എഞ്ചിനില്ല, പക്ഷേ മോട്ടോർ യൂണിറ്റും BMSും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവും കൂടെ ചെയ്ത് നോക്കാം. നമുക്കിനി ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഫുൾ തിക്ലി പാക്ഡ് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും കേട്ടോ. അതായത് ഇത് മൊത്തം എന്തൊക്കെയോ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മുടെ BMS യൂണിറ്റ് കാണാൻ സാധിക്കും. DC AC കൺവേർട്ടർ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ECM ഒക്കെ ആണെന്ന് തോന്നുന്നു ഈ ഒരു പോർഷനിൽ ഇരിക്കുന്നത്. ബാറ്ററി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ മെയിൻ ബാറ്ററി വരുന്ന താഴെയാണ്. മെയിൻ ബാറ്ററിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IP67 റേറ്റിംഗ് വരുന്നതാണ്. വെള്ളം ഒന്നും ഒരു പ്രശ്നമില്ല. ഇനി കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുമായിരിക്കും, ഈ വെള്ളക്കെട്ടിക്കൂടെ EV വാഹനങ്ങൾ ഇറക്കിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? മറ്റേതെന്ന് പറഞ്ഞാൽ IC വാഹനം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ എൻജിൻ സ്റ്റോപ്പായി പോകും, പണി കിട്ടും. ഇതിന് വെള്ളത്തിൽ കൂടെ ഇറങ്ങിയ പ്രശ്നമുണ്ടോ? 100% പ്രശ്നമുണ്ട്. ഇലക്ട്രിക് വാഹനമാണ്, അതിൽ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ കൊണ്ട് ഇറക്കിക്കഴിഞ്ഞാൽ ICക്ക് വരുന്നതിനെ കഴിഞ്ഞും പ്രശ്നം ഇതിന് വരും. പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും വെള്ളത്തിൽ കൊണ്ട് ഇറക്കരുത്. മഴക്കാലമാണ് ഇപ്പോഴും. ഇടയ്ക്ക് ഈ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂം കാണുമ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. 2 കൂളൻ്റെ ടാങ്ക് നമുക്ക് വരുന്നുണ്ട്. ഒന്ന് ബാറ്ററിയുടെ കൂളിങ്ങിൻ്റെ, ഒന്ന് നമ്മുടെ മോട്ടറിൻ്റെ കൂളിങ്ങും ഒക്കെ ആയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓറഞ്ച് കേബിൾസ് എല്ലാം വരുന്ന ഹൈ ടെൻഷൻ ലൈൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. കൂളൻ്റെ സർക്കുലേഷൻസ് ആണ് ഈ റബ്ബർ ഹോസുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മെയിൻ്റെനൻസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തോണം. ഏതൊരു വാഹനം എടുത്താലും സർവീസ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കൃത്യമായിട്ട് കമ്പനി പറയുന്നൊരു സമയത്ത് തന്നെ സർവീസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു രീതിക്കുള്ള പ്രശ്നവും കാര്യങ്ങളോ വരുന്നതല്ല. പലപ്പോഴും നമ്മൾ കിലോമീറ്റർ ഓടുന്നില്ല എന്നാൽ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടാണ് പണി വരുന്നത്. പണി വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും ഈ വാഹനം കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പരാതിയാണ്. അതുപോലെ തന്നെ 2 ബാറ്ററി പാക്കിലാണ് ഈ ഒരു വാഹനം നമുക്ക് കിട്ടുന്നത്. 19.2 kWh കിട്ടുന്നുണ്ട്, 24 kWh കിട്ടുന്നുണ്ട്. ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം 24 kWh തന്നെ എടുക്കാനേ പറയത്തുള്ളൂ. 19 നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 19 എടുക്കുന്ന പൈസയിൽ കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 24 kWh എടുക്കാൻ സാധിക്കും. എന്താണ് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റേഞ്ച് കൂടുതൽ കിട്ടും. പ്രത്യേകിച്ച് EV വാഹനങ്ങളുടെ ഒരു
ബെനിഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ലൈഫ് ടൈം വാറണ്ടി കിട്ടുമെന്നുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലൈഫ് ടൈം വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അങ്ങനെ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ, നമ്മൾ ഈ കാണുന്ന വാഹനത്തിൽ 19.2 kWh 8 ഇയേഴ്സ് അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ മാത്രം വാറണ്ടി കിട്ടുന്നുള്ളൂ. പക്ഷേ 24 kWh നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ 15 ഇയേഴ്സിൻ്റെ അൺലിമിറ്റഡ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ബാറ്ററിക്ക്, അതായത് ഹൈ വോൾട്ടേജ് ബാറ്ററിക്ക്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പിന്നെയും സംശയം വരാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന് 15 വർഷം വാറണ്ടി ഉണ്ടോ? ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വരെയാണ് ഈ വാഹനത്തിൻ്റെ ഇലക്ട്രിക് മോട്ടറിൻ്റെ വാറണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിനൊരു വാറണ്ടി ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ കമ്പോണൻസ്, വയറിങ്, ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം വാറണ്ടി നമുക്ക് കിട്ടുന്ന 3 വർഷം അല്ലെങ്കിൽ 1,25,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വാറണ്ടി കിട്ടുന്നത്. പഴയ വാഹനത്തിനെ അപേക്ഷിച്ച് ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് തന്നെയാണ്. കാരണം നേരത്തെ വാഹനത്തിന് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഒരു വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ അതായത് ടാറ്റ ടിയാഗോ .EV 2026 ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ഇവിടെ അവൈലബിൾ ആണ്. 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 20 to 80% ആക്കാൻ സാധിക്കും. നല്ലൊരു കാര്യമല്ലേ? കാരണം 20% നിന്ന് 80% വരെ 30 മിനിറ്റ് കൊണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അത് DC ഫാസ്റ്റ് ചാർജിങ് ആണ്. 33 kWh DC ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്ത് നമുക്കിവനെ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി സാധാരണ ചാർജിങ്ങിൻ്റെ സ്പീഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ നമുക്ക് 3.3 kWh ചാർജറാണ് നമുക്ക് വീടുകളിലൊക്കെ വെക്കാൻ കിട്ടുന്നത്. 8.7 hours കൊണ്ട് തന്നെ 0 to 100 നമുക്ക് ആക്കാൻ സാധിക്കുന്നു. അതൊരു 24 kWh ആണ്. ഇനി 19 kWh ആണെന്നുണ്ടെങ്കിൽ 6.7 hours കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു 7.2 kWh ആണെന്നുണ്ടെങ്കിലോ 3.5 മണിക്കൂർ കൊണ്ട് നമുക്കിവനെ ഫുൾ ചാർജ് ആക്കാൻ സാധിക്കുന്നുണ്ട്. 7.2 kW ആണെങ്കിൽ. അതേ സ്ഥാനത്ത് 19 kWh ബാറ്ററിയുടെ ആണെന്നുണ്ടെങ്കിൽ 2.6 hours കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആക്കാൻ സാധിക്കുന്നുണ്ട്. ഇതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഒരു DC ഫാസ്റ്റ് ചാർജിങ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ 30 to 33 kWh ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നൊരു സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 തൊട്ട് 35 മിനിറ്റ് കൊണ്ട് തന്നെ ഫുൾ ചാർജായി, ഫുള്ളല്ല 20 to 80% ആയി കിട്ടുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വാഹനം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ലെക്സോൺ ടാറ്റയാണ്. അപ്പം ലെക്സോൺ ടാറ്റയ്ക്ക് ഒരു താങ്ക്സും കൂടെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനോ ടാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി വാഹനം നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവും കൂടെ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്, പല ടെറൈൻസിൽ കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡ്രൈവും കൂടെ നോക്കാം. ഏതായാലും ഇപ്പം നമുക്ക് ഈ ഒരു വാഹനം 145 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ഉണ്ട്, 84% ചാർജും ഉണ്ട്. അപ്പം ഞാൻ ഏതായാലും ഒരു വളരെ നോർമലായിട്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ റീജൻ്റെ ലെവൽ, ഇപ്പം ഞാൻ റീജൻ ഈ കാണുന്നതാണ് റീജൻ കൊടുത്തിരിക്കുന്നത്. ഞാനിത് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ, ഇത് കൂട്ടാനാണ് വരുന്നത്. നമുക്ക് വേണ്ടി ഇവിടെ കാണാൻ സാധിക്കും റീജൻ്റെ ലെവൽ കൂടുന്നത്. ഇതിപ്പോൾ ഏറ്റവും ടോപ്പാണ് റീജൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളൊരു കയറ്റമൊക്കെ കയറുന്ന സമയത്ത് റീജൻ ഇട്ട് കഴിഞ്ഞാൽ തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഓട്ടോ വൈപ്പറാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ വൈപ്പറൊന്നും ഓൺ ചെയ്തിട്ടില്ല. മഴ പെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മഴ പ്രഷർ കൂടുന്നത്, അതായത് മഴയുടെ അളവ് കൂടുന്നത്, നല്ല സ്പീഡിൽ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ വൈപ്പ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഞാനിപ്പോൾ റീജൻ ഒന്ന് കുറയ്ക്കുകയാണ്, ഫുൾ 0 ആക്കിയിട്ടുണ്ട്. ഇപ്പം സ്മൂത്തായിട്ട് തന്നെ ആക്സലറേറ്റ് ചെയ്യാം. ഈ ഫുള്ള് ത്രോട്ടിൽ ചെയ്തെന്ന് പറഞ്ഞാലും അത് കയറി വരാൻ ചെറിയൊരു ലാഗും കൂടെ വെച്ചുകൊണ്ടാണ് കയറി വരുന്നത്. എന്നാൽ സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പറക്കുകയാണ്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം എല്ലാവർക്കും ഈ നോർമലി EV വാഹനങ്ങൾ നമ്മൾ പല മോഡൽസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യം. അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതായത് പവർ കൂടിയ EV വാഹനങ്ങളുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മളൊന്ന് ആക്സിലറേറ്റ് തൊട്ട് കഴിഞ്ഞാൽ ഇപ്പം പറക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പലർക്കും. അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലെങ്കിൽ, കാരണം നമുക്ക് ആ ഒരു കൺട്രോൾ തന്നെ ചിലപ്പം കയ്യിൽ നിന്ന് പോകുന്ന പോലെ തോന്നും. അതുപോലെ സ്പീഡിലായിരിക്കും ഇവൻ തെറിച്ചങ്ങ് പോകുന്നത്. അപ്പം ആ ഒരു രീതി മാറ്റി ഇത് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് സാധാരണ ഒരു വ്യക്തിക്ക്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു ബഡ്ജറ്റ് വെഹിക്കിൾ എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാര്യങ്ങളിലൊന്ന്. നല്ല മഴയാണ്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ വീഡിയോയിൽ കാണും, നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇനി നമുക്ക് സ്ഥിരം കയറുന്ന ഒരു കയറ്റം ഒന്ന് കയറാം. അവിടെ കയറിയിട്ട് ഹിൽ ഹോൾഡ് അസിസ്റ്റും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോഴേക്കും ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കയറ്റം കയറി ഇനി ഞാനൊന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ചെയ്തു. ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ പോവാണ്. എടുത്തു 1, 2, അയ്യോ അദ്ദേഹത്തിന്നെ കയറി പോവാണോ, ബ്രേക്ക് ഔട്ടി ഒന്നുകൂടെ കാലെടുത്തു 1, 2,
അവൻ തന്നെ കയറി വളരെ പുറകോട്ട് ഇറക്കേണ്ടത്. ഓക്കെ, ഓട്ടോറിറ്റീസ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ക്യാമറയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ വിഷ്വൽസ് എല്ലാം കാണാൻ സാധിക്കും. റൈറ്റ്, ലെഫ്റ്റ്, ഫ്രണ്ട്, ബാക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ക്ലാരിറ്റി കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. HD ക്ലാരിറ്റി തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിന് ഞാനൊരു ഗുമ്മാന്ന് തന്നെ പറയും. അതൊക്കെ നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് പറയും. ചെറിയ ചെറിയ മോശം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സൂചിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊഴിച്ച് എനിക്ക് ഇതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ, അതായത് ഇപ്പം ഈ പറയുന്ന 360 ഡിഗ്രി നമുക്ക് ഒരിക്കലും ബേസ് വേരിയൻറ്റിൽ കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും 10,70,000 രൂപ നിങ്ങൾ മുടക്കിയാൽ ആ മുടക്കുന്ന പൈസ വർത്താന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ ബാറ്ററി ആസ് എ സർവീസ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലെക്സോൺ ടാറ്റയുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വാഹനം തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കി കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ ഓട്ടോ ഹെഡ്ലൈറ്റ് ഓൺ ആയതുകൊണ്ട്, വെട്ടമില്ലാത്തതുകൊണ്ട് ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഓൺ ആയിരിക്കുകയാണ്. കൊള്ളാം. വെട്ടം വരുന്നതിനനുസരിച്ച് അത് ഓഫ് ആവുന്നതായിരിക്കും. ഞാൻ ഈ സെൻസറിൻ്റെ ഒക്കെ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ടിയാഗോയുടെ തന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇതിൽ പിന്നെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് ടെക്നിക്കൽ സൈഡ് കൂടുതലും പറഞ്ഞു പോകാത്തതിൻ്റെ കാര്യങ്ങളിലൊന്ന് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മഴയുടെ സ്പീഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് കൂടിയപ്പം വൈപ്പറിൻ്റെ സ്പീഡും കൂടുന്നത് കണ്ടോ, അതും കിടുവാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 164 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഒട്ടും മോശപ്പെട്ട ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ല, ഒരു ഓക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ബാറ്ററി പാക്ക് ഇതിൻ്റെ ബേസിൽ തന്നെയാണ് വരുന്നത്. മഴയുടെ കാരണം കൊണ്ടാണ് എനിക്ക് അതിൻ്റെ അടിഭാഗം ഒന്നും കാണിച്ചു തരാൻ സാധിക്കാത്തത്. അതുപോലെ മഴയാണ്. ഏതായാലും സംഗതി ഇടുവാണ്. പിന്നെ സസ്പെൻഷൻ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റിഫർ സൈഡ് എന്ന് പറയാനില്ല, സോഫ്റ്റ് സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കംഫോർട്ട് ലെവൽ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഈ വാഹനത്തിൽ കുറച്ച് വെയിറ്റ് ഉണ്ട്, ബാറ്ററിയുടെയും എല്ലാം കൂടെ വരുന്നതിൻ്റെ വെയിറ്റും കൂടെ വരുന്നതുകൊണ്ട് സസ്പെൻഷൻ കുറച്ചുകൂടെ സ്മൂത്താണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സോഫ്റ്റ്വെയർ സൈഡ് തന്നെയാണെന്ന് തന്നെ പറയാം. ഗട്ടേഴ്സൊക്കെ ഞാനൊന്ന് എടുത്ത് ചാടിച്ചൊക്കെ നോക്കിയിട്ട് എനിക്ക് നല്ല കംഫോർട്ടബിൾ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പൊങ്ങിയിരുന്ന് ഓടിക്കാൻ, അതായത് ആ ഫ്രണ്ടേജൊക്കെ അത്യാവശ്യം കണ്ട് തന്നെ ഓടിക്കാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഞാനൊന്ന് ബ്രേക്കിംഗ് കൂടെ ഒന്ന് നോക്കാം. ഒന്ന് സഡൻ ഒന്ന് ബ്രേക്ക് ചെയ്യാം. 59-ലാണ്, ഒന്ന് ബ്രേക്ക് ചെയ്യാണ്. യെസ്, എന്തൊക്കെയോ താഴെ പോയി, പക്ഷെ എന്നാലും സൂപ്പർ, അടിപൊളിയായിരുന്നു. ABS ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്തൊരു സൗണ്ടും കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ കാണുന്ന റീജിയൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാനിപ്പോൾ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്സലറേറ്റ് ചെയ്യാൻ നമുക്കിവിടെ അറിയാം. ഞാൻ ആക്സലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ റീജിയൻ ഒന്നും തന്നെ കാണിക്കുന്നില്ല. അതേ സ്ഥാനത്ത് ഞാനിപ്പോൾ റീജിയന് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഇപ്പോൾ ശരിക്കും ആ ബ്രേക്കിങ്ങിൻ്റെ ഫോഴ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ആക്സലറേറ്റ് ചെയ്തു. അപ്പം ആക്സലറേറ്റ് ചെയ്യുന്നതിൻ്റെയാണ് ഡ്രൈവ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ആക്സലറേറ്ററിൽ നിന്ന് കാലെടുക്കുകയാണ്. നിങ്ങൾക്ക് റീജിയൻ ആകുന്ന കാണാൻ സാധിക്കും. കണ്ടോ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയിലോട്ട് ചാർജ് കയറുന്നുണ്ട് ചെറിയ രീതിക്കെങ്കിലും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കൃത്യമായിട്ട് ആ റീജിയൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിപ്പോൾ ഒരു ഹൈവേ തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഹൈവേയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്ററിൽ നിന്ന് ജസ്റ്റ് കാലെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഈ വാഹനത്തിൻ്റെ സ്പീഡ് ഡ്രോപ്പ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡ്രോപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമ്മൾ റീജിയൻ ഹൈവേസിലൊക്കെ പോകുന്ന സമയത്ത് ഓഫ് ചെയ്തിടുക. നോർമൽ ഒരു കയറ്റമൊക്കെ കയറുമ്പോഴും ഓഫ് ചെയ്തിടുക. ഒരു ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ സിറ്റി ഡ്രൈവ്സിലാണ് റീജിയൻ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അന്നേരം റീജിയൻ ഏറ്റവും ഹൈ ഇടുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഇറക്കമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെയൊക്കെ ബാറ്ററിയിലോട്ട് ചാർജ് കയറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ ആക്സിലേറ്റ് ചെയ്ത് പോവാണ്. ഒന്ന് ജസ്റ്റ് ആക്സിലേറ്റ് ചെയ്യുന്ന കാലെടുത്തത് ഈ വാഹനം ഫ്രണ്ടിലോട്ട് കുത്തി, പിന്നെ ഫ്രണ്ടിലോട്ട് കുത്തി പെട്ടെന്ന് ഒരു സ്പീഡ് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റീജിയൻ ഏതായാലും ഒന്ന് കുറച്ചിടുകയാണ്, ഒരു 1-ൽ ഇട്ടേക്കുകയാണ്. ഓവറോൾ സംഗതി സൂപ്പറാണെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഈ പെട്രോളിൻ്റെ കാര്യത്തിലെ പേടി അങ്ങനെയൊക്കെ നോക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു
100 കിലോമീറ്റേഴ്സിനകത്ത് ഡ്രൈവുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു വാഹനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന് 2 ബാറ്ററി പാക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 19.2 24 കിലോ വാട്ട് അവറും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ 19.2 കിലോ വാട്ട് അവറിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന 226 കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്നാണ്. പക്ഷേ എന്നാൽ റിയൽ വേൾഡിൽ നമുക്ക് 160 തൊട്ട് 170 കിലോമീറ്റർ വരെ ഒരു 19.2 കിലോ വാട്ട് അവർ ബാറ്ററിയിൽ കിട്ടും. അതേ സ്ഥാനത്ത് നിങ്ങളൊരു 24 കിലോ വാട്ട് അവറാണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 285 കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച്. പക്ഷേ റിയൽ വേൾഡും അവർ തന്നെ പറയുന്നുണ്ട് 205 തൊട്ട് 215 കിലോമീറ്റർ വരെ നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്നതാണ്. അപ്പം ഏത് വേണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പിച്ച് പറയും 24 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള വാഹനം തന്നെ നിങ്ങൾ എടുക്കണമെന്ന്. കാരണം കൂടെ ഞാൻ ഇതിനകത്ത് വ്യക്തമാക്കി തരാം. ആ ഒരു ബാറ്ററി പാക്ക് ഉള്ളതിന് മാത്രം നമുക്ക് ലൈഫ് ടൈം വാറണ്ടി കിട്ടുന്നുള്ളൂ. ബാറ്ററിക്ക് 19.2 എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈഫ് ടൈം വാറണ്ടി അവിടെ കിട്ടുന്നില്ല. പിന്നെ ഇതിനകത്തൊരു ഹിഡൻ കാര്യം കൂടെ ഉണ്ട്. അതായത് നിങ്ങൾ ഈ ടാറ്റ ടിയാഗോ EV എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഹിഡൻ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ലൈഫ് ടൈം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ നാളെ ഈ വാഹനം വേറൊരാൾക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന വാറണ്ടി ക്യാരി ഫോർവേഡ് ചെയ്യില്ല. നിങ്ങൾ ഈ ഒരു വാഹനം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്കിൻ്റെ വാറണ്ടി ഫ്രം ദ ഡേറ്റ് ഓഫ് സെയിൽ തൊട്ട് 8 ഇയേഴ്സ് അഥവാ 1,60,000 കിലോമീറ്റർ വരെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കുക. ഇനി ഇതിൻ്റെ പ്രൈസസും കൂടെ നമുക്കൊന്ന് അറിയാം. ഏതായാലും ഞാൻ ഈ പറയുന്നതെല്ലാം ഓൺ റോഡ് പ്രൈസാണ്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ സ്മാർട്ട് 19 വരുന്ന, അതായത് 19 കിലോ വാട്ട് അവർ ബാറ്ററി വരുന്ന ഏറ്റവും ബേസ് വേരിയൻറ്റിന് 7,57,000 രൂപ. ഞാൻ തുടക്കം 50 ആണ് പറഞ്ഞത്. 57,200 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുന്നതാണ് പ്യുവർ പ്ലസ് 19 എന്ന് പറയുന്ന അടുത്ത വേരിയൻ്റ്. അതിന് 9,16,255 വരുന്നത്. 19 എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന പ്യുവർ പ്ലസ് 19 എടുക്കുന്നതാണ് നല്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സാമ്പത്തികം ഉണ്ടെങ്കിൽ പ്യുവർ പ്ലസ് 24 എടുത്തോ. അതാകുമ്പോഴത്തേക്കും 10,22,000. അപ്പോൾ അത് വരുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം കൂടെ എടുത്ത് പറയാം. കുറച്ചുകൂടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഏകദേശം 50,000 രൂപ കൂടെ അഡീഷണൽ ഇട്ട് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് പ്ലസ് 24 എടുക്കാൻ സാധിക്കും. അതായത് 10,75,200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡിൽ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ, ഈ കാണുന്ന ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ വെഹിക്കിൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നൊരു കാര്യം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും നമുക്കവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് വൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 24 പ്ലസ് ക്രിയേറ്റീവ് പ്ലസ് 24 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങളും ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ ലക്സ് ബീം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ആ ഡാഷ്ബോർഡിൽ വരുന്ന സോഫ്റ്റ് മെറ്റീരിയൽസ്, 360 ഡിഗ്രി ക്യാമറ, കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഏതായാലും ഒരു 50,000 രൂപയുടെ വ്യത്യാസത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു പ്യുവർ പ്ലസ് 24 എടുക്കുന്നതിനെ കഴിഞ്ഞും നല്ലത് 360 ഉൾപ്പെടെയുള്ള എല്ലാം ബ്ലൈൻഡ് വ്യൂ മിറർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, റിയർ വൈപ്പർ, റിയർ ഡീഫോഗർ, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്, ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ടോപ്പ് ഓഫ് ദ ലൈനിൽ കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ പറയും. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്മാർട്ടിൽ ഏറ്റവും ബേസിൽ സ്മാർട്ട് 19 എടുക്കുകയാണെങ്കിൽ അതിൽ ITPMS കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് TPMS ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ സെൻസർ വൈസ് വെച്ചല്ല അത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ABSൻ്റെ സിഗ്നലൊക്കെ എടുത്തിട്ട് അതിൻ്റെ കറക്കത്തിൻ്റെ ലോഡും ഒക്കെ വെച്ചാണ് അത് ചെക്ക് ചെയ്ത് പറയുന്നത്. അല്ലാതെ പ്രോപ്പർ ഒരു TPMS ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ടോപ്പ് ഓഫ് ദ ലൈനിൽ വരുമ്പോൾ ഒത്തിരി ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് അവിടെ ആഡ് ഓൺ ചെയ്ത് വരുന്നത്. ഇപ്പം ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് നമുക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്ന ഇലക്ട്രിക് ആയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. ഡ്രൈവർ സീറ്റ് ആണെങ്കിലും ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിലാണ് നമുക്ക് വരുന്നത്. 1 ഷോട്ട് പവർ വിൻഡോ ഡ്രൈവർ സൈഡിൽ കിട്ടും എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം കിട്ടിയിട്ടില്ല. ഏതായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും.